ഹായ് ഓൾ. അപ്പോൾ ഫാർമസിസ്റ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് നമ്മൾ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ കണ്ടക്സ്റ്റ് ഓഫ് മെക്കാനിസം ഓഫ് സൈസ് റിഡക്ഷൻ ഓഫ് ഡ്രഗ്സ് ബോൾ മിൽ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പൾ. ബോൾ മിൽ എങ്ങനെയാണ്? ഓപ്ഷന് ഇമ്പാക്റ്റ് ആൻഡ് അട്രീഷൻ ആണ്. ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇമ്പാക്റ്റും അട്രീഷനും രണ്ടുണ്ട്. വിച്ച് സെക്ഷൻ ഓഫ് ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1945 ഈസ് റിലേറ്റഡ് വിത്ത് ദ പണിഷ്മെൻറ്റ് ഫോർ കൺവെൻഷൻ ഇൻ ദ റിലേഷൻ ടു പോപ്പി സ്ട്രോ. ഏത് സെക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്? സെക്ഷൻ നമ്മളധികം ശ്രദ്ധിക്കാത്ത ഭാഗമാണ്. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപ്സിക് ആക്ടിൻ്റെ സെക്ഷനാണ്. അതിൽ പോപ്പി സ്ട്രോൻ്റെ പണിഷ്മെൻറ്റിനെ പറ്റി പറയുന്നത് അത് ആൻസർ ഓപ്ഷൻ 1 ആണ്. സെക്ഷൻ 15 അതിൻ്റെ പണിഷ്മെൻറ്റിനെ പറയും. പോപ്പി സ്ട്രോൻ്റെ അതിന് പറയും സെക്ഷൻ 15. അടുത്തത് ഇൻ ദ കണ്ടക്സ്റ്റ് ഓഫ് സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂ ഓഫ് ഹ്യൂമൻ ബോഡി വിച്ച് എപ്പിത്തീലിയൽ സെൽസ് ആർ ഓൾസോ കോൾഡ് പേവ്മെൻറ്റ് എപ്പിത്തീലിയൽ സെൽസ്. ഏതിനാണ് പേവ്മെൻറ്റ് എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുന്നത്? സ്ക്വാമസ് എപ്പിത്തീലിയത്തിനാണ് പേവ്മെൻറ്റ് എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുന്നത്. അടുത്ത ഇൻ ദ കണ്ടക്സ്റ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ് വിച്ച് ഓഫ് ദ പേഴ്സ് ഈസ് കറക്റ്റ്. ഏത് പേഴ്സാണ് കറക്റ്റ് ആയിരിക്കുന്നത്? അത് മോർ നമ്പർ ഓഫ് അമിനോ ഗ്രൂപ്പ്സ് ദാൻ കാർബോക്സിൽ ഗ്രൂപ്പ് അസിഡിക് അമിനോ ആസിഡാണ്. മോർ നമ്പർ ഓഫ് അമിനോ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ. പിന്നെ അടുത്തത് മോർ നമ്പർ ഓഫ് കാർബോക്സിൽ ഗ്രൂപ്പ് ദാൻ അമിനോ ഗ്രൂപ്പ്, അത് ബേസിക് അമിനോ ആസിഡ്. വിച്ച് ഓഫ് ദ പേഴ്സ്, ഏത് പെയറാണ് കറക്റ്റ് ആയിരിക്കുന്നത്? ആൻസർ 4 ആണ്. നെയ്തർ 1 or 2. 1 or 2 അതിൽ ഏതെങ്കിലും 1 അത് കറക്റ്റാണ്. നെയ്തർ 1 or 2. മോർ നമ്പർ ഓഫ് അമിനോ ഗ്രൂപ്പ്സ് ദാൻ കാർബോക്സിൽ ഗ്രൂപ്പ് അസിഡിക് അമിനോ ആസിഡ് ആയിരിക്കും. പിന്നെ മോർ നമ്പർ ഓഫ് കാർബോക്സിൽ ഗ്രൂപ്പ് ദാൻ അമിനോ ഗ്രൂപ്പാണ് ബേസിക് അമിനോ ആസിഡ്. അടുത്തത് പ്രോട്ടീൻസ് ഇൻ ദ ഹ്യൂമൻ ഡയറ്റ് ആർ ഒബ്റ്റെയിൻ ഫ്രം വിച്ച് വെജിറ്റബിൾ സോഴ്സസ്. ഏത്? ലെഗ്യൂംസ്, സെറിയൽസ്, ഫ്രൂട്ട്. എവിടെ നിന്നാണ്? ഓപ്ഷൻ 4 ആണ്. 1, 2 and 3 മൂന്നിന്നും കിട്ടുന്നുണ്ട്. ലെഗ്യൂംസ്, സെറിയൽസ്, ഫ്രൂട്ട്സ് എല്ലാത്തിനും പ്രോട്ടീൻസ് കിട്ടുന്നുണ്ട്. അടുത്ത ഇൻ ദ കണ്ടക്സ്റ്റ് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻസ് ഇൻ ഹ്യൂമൻ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് PCM? PCM എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ 1 ആണ്. പ്രോട്ടീൻ കലോറി മാൽന്യൂട്രീഷൻ ആണ്. പ്രോട്ടീൻ കലോറി മാൽന്യൂട്രീഷൻ. വാട്ട് ഈസ് എ മോളിക്കുലർ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ്? ഗ്ലൂക്കോസിൻ്റെ എന്താണ്? C6H12O6 അതാണ് ഗ്ലൂക്കോസിൻ്റെ ഫോർമുല. C6H12O6. അടുത്തത് ഡാഷ് ഈസ് എ വാട്ടർ സോലുബിൾ വിറ്റാമിൻ. വാട്ടർ സോലുബിൾ വിറ്റാമിൻ ആൻസർ 1 ആണ്. വൈറ്റമിൻ B ആണ്. വാട്ടർ സോലുബിൾ വിറ്റാമിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B വാട്ടർ സോലുബിൾ ആണ്. അടുത്തത് അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ പ്രൊസീജിയേഴ്സ് ഫോർ ഗ്രാവിമെട്രിക് ഡിറ്റർമിനേഷൻ ഓഫ് നിക്കൽ ഇൻ സ്റ്റീൽ ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ്. അതിനെ നിക്കൽ ടു സ്റ്റീൽ, അതിനെ അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഇൻ ദ പ്രൊസീജിയേഴ്സ് ഫോർ ഗ്രാവിമെട്രിക് ഡിറ്റർമിനേഷനിൽ അതെന്താണ്? ആൻസർ 1 ആണ്. PQRS. അങ്ങനെ തന്നെയാണ്. ആദ്യം ബ്രിങ്ങിങ് നിക്കൽ പ്രസൻറ്റ് ഇൻ സ്റ്റീൽ ഇൻ ടു സൊല്യൂഷനിൽ കൊണ്ടുവരിക, ബ്രിങ്ങിങ് നിക്കലിനെ. പിന്നെ നിക്കൽ 2 അയോൺസ് ഓക്സിഡൈസിങ് അയൺ ടു ഫെറിക് 3 അയോൺസ്. അടുത്ത സെലക്റ്റീവ് പ്രസിപ്പിറ്റേഷൻ ഓഫ് നിക്കൽ അയോൺ വിത്ത് DMG ഇൻ ആൽക്കലൈൻ മീഡിയം. അടുത്ത ഫിൽട്രേഷൻ ആൻഡ് വാഷിംഗ് ഓഫ് ദ പ്രസിപ്പിറ്റേറ്റ്. അടുത്ത കൂളിംഗ് ആൻഡ് വെയിങ് ഓഫ് ദ പ്രസിപ്പിറ്റേറ്റ്. ഫിൽട്രേഷൻ കഴിഞ്ഞാൽ കൂളിംഗ്. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് റിഗാർഡിങ് സ്പ്ലിൻ ഇൻ ഹ്യൂമൻസ്? അത് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ റൈറ്റ് ഹാഫ് ഓഫ് ദ വിസറ. ഇറ്റ്സ് ഓൺ അട്ടർ സർഫസ് ടച്ചസ് ലെഫ്റ്റ് കിഡ്നി. അടുത്ത അത് ഓപ്ഷൻ 2 ആണ്. ഓൺലി 2. ഇറ്റ്സ് ഓൺ ഔട്ടർ സർഫസ് ടച്ചസ് ദ ലെഫ്റ്റ് കിഡ്നി. അടുത്ത ആസ് പെർ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940 ആൻഡ് റൂൾസ് 1945 ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഡ്രഗ് ഷാൽ ബി ഡീംഡ് ടു ബി സ്പ്യൂരിയസ്? It is imported under a name which belong to another drug if the purport to be product of a manufacturer home which is not truly a product. അപ്പോൾ ആൻസർ 3 ആണ്. ബോത്ത് 1 and 2 ആണ്. നെയിം അനദർ ഡ്രഗിൻ്റെ പേരിൽ ഇമ്പോർട്ട് ചെയ്യുക, പിന്നെ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് മാനുഫാക്ചർ നോട്ട് എ ട്രൂലി പ്രൊഡക്റ്റ്, അത് രണ്ടുമാണ്. അപ്പോൾ ഇന്ന് ഇത്രയും മതി. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ബൈ ബൈ.